വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരളം ഒരുപാട് പുരോഗതിയിലേക്ക് നയിക്കുന്നു. വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പ് സർക്കാർ അറിയാതെ ഓഹരി വിറ്റഴിക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ. സർക്കാർ ആശുപത്രികളിൽ രോഗികൾ മരിക്കുന്നു. പനി പിടിച്ച് ധാരാളം ആളുകൾ എത്തുന്നു. പനി പിടിച്ച് മരിക്കുന്നത് ദൈവം വിളിക്കുമ്പോൾ നടക്കുന്ന മരണമാണെന്ന് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പ്രഖ്യാപിക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ വളരെ പുച്ഛത്തോടുകൂടി ആരോഗ്യമേഖലയിൽ നടക്കുന്ന എതിർപ്പുകളെക്കുറിച്ച്, ആരോഗ്യമേഖലയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പ്രതികരിക്കുന്നു. ഇങ്ങനെയൊക്കെ വി ഡി സതീശൻ സർക്കാരിന്റെ കേരള സർക്കാർ, UDF സർക്കാർ പ്രിയദർശിനി ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നത് പോലെ, സ്ത്രീജനങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ വളരെ ലാവിഷായി ജനങ്ങളുടെ കണ്ണീരൊക്കെ ഒപ്പി എന്ന് പറഞ്ഞു പോവുകയാണ്. 2 തവണ പവർ കട്ടാണ്, അത് വേറെ കാര്യം. 2 തവണയുണ്ട് പവർ കട്ട്. ഒന്ന് ഇന്ദിരാ പവർ കട്ടും മറ്റൊന്ന് രാജീവ് പവർ കട്ടും. അങ്ങനെ പല ഗ്യാരണ്ടികളും നടപ്പിലാക്കിക്കൊണ്ട് പൂക്കി സ്റ്റൈൽ ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി വി ഡി സതീശൻ മുന്നോട്ട് പോകുമ്പോഴാണ് അയ്യട ഗൂവേ എന്ന് പറഞ്ഞിട്ടൊരു വിമർശനം വരുന്നത്. BJP ക്യാമ്പുകൾ നേരത്തെ തന്നെ പറഞ്ഞു, കെ സുരേന്ദ്രനും അതുപോലെ തന്നെ മറ്റാളുകളും ഒക്കെ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJPക്ക് നേടാൻ കഴിയാത്തതൊക്കെ അടുത്ത 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ BJP നേടും. കാരണം കേരളം ഭരിക്കുന്നത് UDF ആണ്, അല്ലെങ്കിൽ BJP ആണ് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഏതായാലും BJP നേതാക്കൾക്ക് വരെ വളരെ സന്തോഷമാണ്. കേരളം ഭരിക്കുന്നത് വി ഡി സതീശനാണ്, അവിടെ എന്തും നടക്കും. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി BJP-കാരനാണോ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന സംശയം പ്രകടിപ്പിച്ചത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ് ആദ്യം. ഇപ്പോ ഹിന്ദു ഐക്യവേദിയുടെ കുറെ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോ 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പറയുന്നത്, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെയോ KSUവിന്റെയോ മാത്രം, യൂത്ത് കോൺഗ്രസിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് പല നേതാക്കളെയും ഞാൻ കാണേണ്ടി വരും. മുമ്പ് പിണറായി വിജയൻ BJP നേതാക്കളെ കണ്ടതുപോലെയോ RSS നേതാക്കളെ കണ്ടതുപോലെയോ രഹസ്യമായിട്ടല്ല, EP ജയരാജൻ കണ്ടതുപോലെയല്ല, ഞാൻ പരസ്യമായി തന്നെ കാണുമെന്ന് വി ഡി സതീശൻ പറയും. വളരെ സന്തോഷം. നേതാക്കൾ പരസ്പരം ഇരുന്ന് കൂടിയാലോചിക്കുന്നതൊക്കെ നല്ലതാണ്. സർവകക്ഷി യോഗങ്ങൾ സർവ്വസാധാരണമാണ് കേരളത്തിൽ. ഈ രഹസ്യമായും പരസ്യമായി തന്നെ ഇവരുടെയൊക്കെ യോഗങ്ങൾ നടക്കണം. മുഖ്യമന്ത്രി അവരെ കണ്ടതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാജ്യത്ത്, സംസ്ഥാനത്ത് നടക്കുന്നത് എന്തൊക്കെ വസ്തുതകളാണ്? കോൺഗ്രസിന്റെ നയങ്ങൾ മാത്രമാണോ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്? കോൺഗ്രസ് പറയുന്നത് പോലെയാണോ നടപ്പിലാക്കപ്പെടുന്നത്? എല്ലാ വർഗീയ അജണ്ടകൾക്കും നിരോധനം പറഞ്ഞ വ്യക്തിയല്ലേ ശ്രീ വി ഡി സതീശൻ? പക്ഷേ ഭൂരിപക്ഷ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കീഴിൽ വി ഡി സതീശൻ എന്തുകൊണ്ട് ഇങ്ങനെ അമർന്നു പോകുന്നു? വഖഫ് ബോർഡിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂച്ചുവിലങ്ങ് വി ഡി സതീശന്റെ സർക്കാർ ഇടുന്നു? അപ്പോ അതൊക്കെ ചില നിർദ്ദേശങ്ങൾ ചില ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടല്ലേ എന്ന് നമുക്ക് ന്യായമായും സംശയിച്ചുകൂടെ ശ്രീ മുഖ്യമന്ത്രി? ഹിന്ദു പരിഷത്തുകാരെയോ ഹിന്ദു ഐക്യവേദിക്കാരെയോ RSSകാരെയോ ആരെ വേണമോ കണ്ടോളൂ. പക്ഷെ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് പിന്നാക്കം പായുന്നത് എന്തിനാണ്? നിങ്ങളുടെ വാക്കുകളെ മാനിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസുകാരും KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ടോ എന്ന് ആരും ചോദിച്ചു പോകും. ഇത് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നത് ഒന്നുമല്ല. ദിനപത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിഷ്വൽ മീഡിയ ചാനലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓൺലൈൻ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, വി ഡി സതീശൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ മുമ്പ് പറഞ്ഞ വർഗീയവാദികൾക്ക് നിരോധനം ഏർപ്പെടുത്തും, വർഗീയതയുമായി സന്ധി ചെയ്യില്ല, സമരസപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞ വാദങ്ങളൊക്കെ കാറ്റിൽ പറത്തി വർഗീയതയ്ക്ക് കൊടിപിടിക്കുന്ന മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറിയോ എന്ന് കേരളം സംശയിച്ച് തുടങ്ങിയിട്ടുണ്ട്.